കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ പരാതിയായിട്ട് മെസ്സേജ് അയക്കുന്നത് യൂട്യൂബിൽ വ്യൂസ് നല്ലപോലെ കുറഞ്ഞു, ഇനി എന്ത് ചെയ്യും, ഈ വ്യൂസ് കുറഞ്ഞാൽ നമ്മൾ എന്താണ് തെറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് മുന്നേയൊക്കെ നമ്മുടെ വീഡിയോസിനെ കാറ്റഗറൈസ് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രത്യേക അർത്ഥങ്ങളൊന്നും ഇല്ലാത്ത കുറേ ലെറ്റേഴ്സ് ഇങ്ങനെ വെച്ചിട്ടാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ യൂട്യൂബിനാണ് കൃത്യമായിട്ട് അറിയുക. അപ്പോൾ യൂട്യൂബ് ഇത് മൊത്തത്തിൽ മാറ്റി, അൽഗോരിതത്തിനെ മൊത്തത്തിൽ മാറ്റിയിട്ട് എന്ത് ചെയ്തു, യൂട്യൂബ് പുതിയ ഒരു ഭാഷ തന്നെ കൊണ്ടുവന്നു. ഒരു പുതിയ ഭാഷ എന്ന് പറയുക, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോനെ അനലൈസ് ചെയ്തിട്ട് ഒരു പ്രത്യേക രീതിയിലേക്ക് മാറ്റും. അതിനെയാണ് സെമൻറ്റിക് ഐഡി എന്ന് പറയുന്നത്. ഇത് എന്താണ് സംഭവം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഇത് നിങ്ങൾക്ക് 2027 ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ചാനലൊക്കെ അവിടെ സ്റ്റക്കായി കിടന്ന് പിന്നീട് നിങ്ങൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് അത് ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. ഇതിൽ പുതുതായിട്ട് വന്ന ആളുകൾക്ക് ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലം അല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലം എന്തായിരുന്നു, 0 വ്യൂസ് ആയിരുന്നു. അതായത് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് പലപ്പോഴും ചിലപ്പോൾ 0 വ്യൂസ് ആയിരിക്കും. നമ്മൾ ആരോടും സബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, ആരോടും കാണാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 0 വ്യൂസിൽ അവിടെ നിൽക്കുക. അത് എത്ര നല്ല വീഡിയോ ആയാലും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഈ പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. അതായത് നമ്മൾ എത്രത്തോളം ക്വാളിറ്റിയിൽ വീഡിയോ ഇടുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് ആവാൻ തുടങ്ങും എന്നുള്ള ഒരു നല്ലൊരു കാര്യവും ഇതിൻ്റെ കൂടെ ഉണ്ട്. അതായത് എല്ലാ അപ്ഡേറ്റ്സും എല്ലാ അൽഗോരിതത്തിൻ്റെ മാറ്റങ്ങളും നമുക്ക് ദോഷമായിട്ട് വരുന്നു എന്നും പറയാൻ പറ്റില്ല. ഇത് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ അൽഗോരിതത്തിൽ ചേഞ്ച് വരുന്നത്. ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമല്ല, വീഡിയോ യൂട്യൂബിൽ കാണുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്രിയേറ്റേഴ്സാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ ആളുകളിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്ക് വ്യൂസ് കിട്ടുക. അപ്പോൾ ഈ കാണുന്ന ആളുകളാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവർക്ക് വേണ്ടി എങ്ങനെയൊക്കെ എത്തിക്കാം എന്നുള്ളതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് യൂട്യൂബ് ഈ അപ്ഡേഷൻസിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പിന്നീട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ആമസോണിൽ ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മുന്നേ ചെയ്ത പാക്കിങ് ഒരു വൈറ്റ് കളർ ബോക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ആമസോൺ പറയുകയാണ് ഇനി മുതൽ നമുക്ക് ഇത് കുറച്ചുകൂടി സേഫായിട്ട് അയക്കണമെങ്കിൽ നമുക്കൊരു കാർബൺ ബ്രൗൺ ബോക്സിൽ ചെയ്യണം, അത് നല്ല പാക്കിംഗ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇല്ല, നമ്മളതൊന്നും ചെയ്യില്ല, നമ്മളിങ്ങനെ തന്നെ പോവുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരുടെ ലിസ്റ്റ് ഒന്ന് പുറത്താക്കുക. അല്ലാണ്ട് അവർക്ക് വേറെ വഴിയില്ല. അവർ പറയുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് യൂട്യൂബിനും. യൂട്യൂബ് പക്ഷേ നിങ്ങൾ പുറത്താക്കാനൊന്നും നിൽക്കില്ല. യൂട്യൂബ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസ് അങ്ങ് കുറക്കും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതിനെ പറയുന്നത് ജെമിനി പവേർഡ് ലാർജ് റെക്കമെൻഡർ മോഡൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോനെ ജെമിനി അനലൈസ് ചെയ്തിട്ട് ആ വീഡിയോനെ എന്ത് ചെയ്യും, അതിൽ ടോക്കണൈസ് ചെയ്തിട്ട് ആ ടോക്കണിന് ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിനെ ആണ് സെമൻറ്റിക് ഐഡി എന്നൊക്കെ പറയുന്നത്. ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് സാധാരണ ഞാൻ പറഞ്ഞു തരുന്ന പോലെ സിമ്പിളായിട്ട് നമുക്കൊരു സാധാരണ ഒരു കഥ എടുത്തിട്ട് അല്ലെങ്കിൽ സാധാരണ ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് ഞാനിതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന്, ഇതിന് ശേഷം നമ്മൾ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. മുമ്പേ പറയുന്നത് തന്നെയാണ്, പക്ഷേ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, സെമൻറ്റിക് ഐഡി എന്ന് പറയുന്ന ഒരു ടോക്കണൈസിങ് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അത് ജെമിനി പവേർഡാണ്. ജെമിനിയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൽ ജെമിനി ഒരു 4 കാര്യങ്ങളാണ് നമ്മൾ ചാനലിൽ ചെക്ക് ചെയ്യുന്നത്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ പറയാനുള്ളത്, നമ്മൾ ഈ സെമൻറ്റിക് ഐഡി അല്ലെങ്കിൽ ഈ സെമൻറ്റിക് മോഡൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നല്ലൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ചെറിയ പ്രായത്തിൽ ഒരു 16-17 വയസ്സൊക്കെയുള്ള സമയത്ത് മാർക്കറ്റിൽ പോകും. ഇപ്പോൾ രാവിലെ നമ്മളൊരു 6 മണിക്കൊക്കെയാണ് പോവുക. 6 മണിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകളുണ്ടാവും. നമുക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല. കച്ചവടം ചെയ്യുന്ന ആളുകൾക്കും അറിയില്ല ആരൊക്കെയാണ് എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് ഒരു കൺട്രോൾ ഉണ്ടാവില്ല. രാവിലെ ഈ മാർക്കറ്റിൽ വരുന്ന ആളുകൾ പലതരത്തിൽപ്പെട്ട കച്ചവടക്കാരാണ്. ചില ആളുകൾ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ടാവും, ചെറിയ കടകളുണ്ടാവും, പല രീതിയിൽ വീട്ടിലേക്ക് എടുക്കുന്നവരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഈ രാവിലെ വരിക. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വലിയ ലോഡ് വരും. ലോഡ് തക്കാളിയൊക്കെ വലിയ ലോറിയിൽ വന്നിട്ട് അവിടെ ഇറക്കും. അപ്പോൾ ഈ ലോറിയിൽ ഇറക്കിയ തക്കാളി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ പുറത്തെടുത്ത് വെച്ചാൽ അവിടെ അവർ പൊട്ടിച്ചിട്ട് ഇതിന് തക്കാളി എടുക്കും. ഈ തക്കാളി എടുക്കുമ്പോഴുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഓരോ കച്ചവടക്കാരും അവർക്ക് വേണ്ട രീതിയിലും ഷേപ്പിലുമുള്ള തക്കാളി എടുക്കുക.
അതുപോലെ പച്ചമുളക് എടുക്കുന്ന സമയത്ത് 3-4 ചാക്കുകളുണ്ടാവും. ഈ ചാക്കുകളിൽ സൈസ് ഡിഫറൻസ് ഉണ്ടാവും. ചില ചാക്കിൽ ചെറിയതായിരിക്കും, ചെറിയൊരു പച്ചമുളകായിരിക്കും, ചില ചാക്കിൽ കുറച്ച് വലുതായിരിക്കും, കാണാൻ നല്ല കളറുണ്ടാവും, ചിലതിൽ കളർ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ പല 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 ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഇതിന്. തക്കാളിയുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഈ തക്കാളി നല്ല പഴുത്ത തക്കാളി, ഇപ്പോൾ ചുവപ്പ് കളറുള്ള തക്കാളി ഉണ്ട്, ഇല്ലെങ്കിൽ ചെറിയൊരു ഓറഞ്ച് ഷേപ്പിൽ ഷെയ്ഡ് വരുന്നുണ്ട്, അതായത് ഓറഞ്ച് കളറിൽ വരുന്നത്. അത് വലിയ തക്കാളിയുണ്ട്, ചെറിയ തക്കാളിയുണ്ട്. ഇതിന് ആളുകൾ തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് ഇവരെല്ലാവരും എടുക്കുക. അതുകൊണ്ടാണ് ഓരോ ബോക്സ് പൊട്ടിക്കുമ്പോഴും അവിടത്തേക്ക് ആളുകൾ ഓടിപ്പോകുന്നത്. അല്ല മോനെ, ഇവരൊക്കെ യൂട്യൂബ് നിർത്തി തക്കാളി കച്ചവടം ചെയ്യാൻ പോവാണോ? നീ എന്ത് തേങ്ങയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്? ഇനി ഇതും യൂട്യൂബും തമ്മിലുള്ള ബന്ധം എന്താണെന്നല്ലേ? ഇതും യൂട്യൂബും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെമൻറ്റിക് ID എന്ന് പറയുന്ന സംഭവം വർക്ക് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. അതായത് ഇത് കംപ്ലീറ്റ്ലി AI ആക്കിയെന്ന് വിചാരിക്കാം. നമ്മൾ ഈ പറഞ്ഞ മാർക്കറ്റിൽ ആ റഷ് AI ആക്കി വിചാരിക്കുക. അപ്പോൾ അവിടെ 5-6 CCTV ക്യാമറ വെച്ചിട്ട് എല്ലാവരുടെയും മൂവ്മെൻറ്റ്സ് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിരീക്ഷിക്കുമ്പോൾ ഒരാൾ ഓടി ചെന്നിട്ട് എടുക്കുന്നത് വലിയ തക്കാളികൾ മാത്രമാണ്. അപ്പോൾ ഒരു പോയിൻ്റ് എന്താണ്? വലിയ തക്കാളി, ബിഗ് സൈസ് എന്നുള്ളതിന് ഒരു പോയിൻ്റ് കൊടുക്കും. അത് ചിലപ്പം ബിഗ് ആയതുകൊണ്ട് നമുക്കൊരു 9 അല്ലെങ്കിൽ 9 കൊടുക്കാം. ഇനി അയാൾ നോക്കുന്നത് കളറാണ്. നല്ല പച്ചയാണോ, റെഡാണോ, ഓറഞ്ചാണോ, അതിൻ്റെ പഴുപ്പ് തീരുമാനിക്കുക അങ്ങനെയാണല്ലോ, എത്രത്തോളം പാകമായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അയാൾ എടുക്കുന്നത് എപ്പോഴും മിഡായിട്ടുള്ളത്, അതായത് ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിട്ടുള്ള തക്കാളികൾ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? മറ്റൊരു പോയിൻ്റ് കൂടി, അതായത് 1 to 10 ഇടയിൽ ഒരു 5 കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ 9.5 എന്ന് കിട്ടി. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി? അയാൾ എടുക്കുന്നത് വലിയ തക്കാളിയാണ്, അതിൻ്റെ കളറ് ഏകദേശം ഒരു ഓറഞ്ച് ആയിരിക്കും. പിന്നെ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് എന്ന് നോക്കും. അതായത് അയാൾ 5 കിലോ എടുക്കുന്നുണ്ടോ, 10 കിലോ എടുക്കുന്നുണ്ടോ, ഇങ്ങനെ നോക്കും. ഒരു ബോക്സ് എടുക്കുന്നുണ്ടോ നോക്കും. അങ്ങനെ ആ ഒരു തക്കാളി അയാൾ സെലക്ട് ചെയ്യുന്ന രീതി വെച്ചിട്ട് എന്ത് ചെയ്യും? ഇതിനൊരു നമ്പറിങ് സിസ്റ്റം കൊടുക്കും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ അയാൾ എടുക്കുന്ന പച്ചമുളകാണ്. പച്ചമുളക് എടുക്കാൻ പോകുമ്പോഴും അയാൾ ഇതേ രൂപത്തിലുള്ള എടുക്കുന്നതായിരിക്കും. അതായത് വലുതായിരിക്കണം, കളർ ഇത്ര ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അയാളൊരു പാറ്റേൺ അവിടെ ബിൽഡായി. അതായത് പ്രീവിയസ് പാറ്റേൺ അവിടെ ബിൽഡായി. അതായത് പ്രീവിയസ് വാച്ചിങ് ഹിസ്റ്ററി എന്ന് യൂട്യൂബിൽ പറയാം. അതായത് നമ്മൾ വീഡിയോ കാണുന്ന ഒരാളുടെ പ്രീവിയസ് വാച്ചിങ് ഹിസ്റ്ററി എങ്ങനെയാണ് എന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ വരുന്ന ഓരോ ആളുകളുടെയും ബൈയിങ് രീതി, പർച്ചേസിങ് രീതി വ്യത്യാസമുണ്ട്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞത് ചില ചെറുതെടുക്കും, ചില വലുതെടുക്കും. ഇപ്പോൾ നമ്മളൊക്കെ ഷോപ്പിലേക്ക് എടുക്കുന്ന സമയത്ത്, മാങ്ങയൊക്കെ എടുക്കുന്ന സമയത്ത് ചെറുതെടുക്കുള്ളൂ. എന്തിനാണ് ചെറുതെടുക്കുന്നത് പറഞ്ഞാൽ 1 കിലോ വാങ്ങുന്ന സമയത്ത് ഈ ആൾക്കാർക്ക് എന്ത് ചെയ്യണം? 5-6 മാങ്ങയൊക്കെ കിട്ടണം. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ നമ്മളൊക്കെ ചെറിയൊരു കടയായതുകൊണ്ട് ആളുകൾ അങ്ങനെ നോക്കിയിട്ടാണ് എടുക്കുക. പക്ഷെ വലിയ കടയിലാകുമ്പോൾ ചിലപ്പോൾ 2-3 കിട്ടിയാൽ മതിയായിരിക്കും. അപ്പോൾ ആ രൂപത്തിൽ ഈ പർച്ചേസിങ് മൊത്തം ഓരോ ആളുകൾക്കും പേഴ്സണലൈസ്ഡായിട്ട് വേറെയാണ്. അപ്പോൾ ഇതിൽ AI ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ AI ചെയ്യുന്നത് എന്ത്? AI നേരെ പോയിട്ട് ഇതെല്ലാം നോക്കി എല്ലാവരും പഠിച്ചു വെച്ചു, ഐഡിയ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ പിന്നീട് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അടുത്ത ദിവസം മുതൽ ഈ ആൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ തന്നെ അയാൾ മുന്നിൽ നിന്നുണ്ടാവും അയാൾക്ക് ആവശ്യമുള്ള കളറുള്ള തക്കാളിയുടെ ബോക്സ്, പച്ചമുളകിൻ്റെ ബോക്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റോബോട്ടിക്ക് വെച്ചിട്ട് കൊണ്ടു കൊടുക്കുന്നു വിചാരിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? മൂപ്പര് ഭയങ്കര ഹാപ്പിയാകും. കാരണം എന്താ? മൂപ്പർക്ക് തേടി പോകേണ്ട ആവശ്യമില്ല, അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മൂപ്പർക്ക് ആവശ്യമുള്ളതാ ഇവിടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന രൂപത്തിൽ വരും. ഇതാണ് യൂട്യൂബ് ഇപ്പം ഡെവലപ്പ് ചെയ്ത ആ പുതിയ രീതി എന്ന് പറയുന്നത്. പുതിയ രീതി എന്ന് പറയാൻ പറ്റില്ല, ചില മുന്നേ ഉണ്ട്. പക്ഷേ യൂട്യൂബിൽ ഇപ്പോഴാണ് ചെയ്യുന്നത്. ബാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് മറ്റൊക്കെ ആയിട്ട് പരിപാടികളിലൊക്കെ ഇതൊക്കെ മുന്നേ ഉണ്ട്. അപ്പോൾ ഈ രീതി കൊണ്ടുവന്നതോടുകൂടി എന്ത് ചെയ്തു? ഒരു യൂസറിന് അയാൾക്ക് ഏത് വീഡിയോ വേണമെന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ അയാളുടെ പണ്ടൊക്കെ എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ, അയാൾ കാണുന്ന ഹിസ്റ്ററി നോക്കിയിട്ട് എത്ര സമയം കണ്ടു, അയാൾ ഏതൊക്കെ തരത്തിൽ കാണുന്നു, അപ്പോൾ ചെയ്യുന്നത് ഗസ്സിങ് ആണ്. അയാൾക്കത് ആവശ്യം ഉണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് എന്ത് ചെയ്യും? ഗസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അയാൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അയാളുടെ ബിഹേവിയർ കൃത്യമായിട്ട് കിട്ടും. ഇതാണ് പുതിയ രീതി. ഈ ഒരു കാര്യം ഈ ഒരു ഉദാഹരണത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം നിങ്ങൾ പറഞ്ഞു തന്നാൽ മൊത്തത്തിൽ കൺഫ്യൂഷനായി ഒന്നും മനസ്സിലാത്ത അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം തക്കാളിയും പച്ചമുളകും ഒക്കെ വെച്ചിട്ട് കാര്യം മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ വളരെ ഡെപ്തായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെ ഒരു സിസ്റ്റം വന്നിട്ടുണ്ടെന്നുള്ളത്. ഇനി യൂട്യൂബ് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നോക്കുക,
എന്ന് ഞാൻ പറഞ്ഞുതരാം. അത് 4 കാര്യങ്ങളാണ് യൂട്യൂബ് നോക്കുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യം വിഷ്വൽ ഫ്രെയിം ഡാറ്റയാണ്. വിഷ്വൽ ഫ്രെയിം ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ആളുകൾ സംസാരിക്കുന്നുണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ട്, എന്തൊക്കെയാണ് അവിടെ ഒബ്ജക്ട്സ് ഉള്ളത്, എന്തൊക്കെയാണ് ആ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ജെമിനിക്ക് മനസ്സിലാവുന്നത്. അതേ രീതി വെച്ചിട്ട് എന്ത് ചെയ്യും, ജെമിനി വിഷ്വൽ ഫ്രെയിം ഡാറ്റ എന്ന് പറയുന്ന ഇത് വെച്ചിട്ട് ആദ്യം ഇതിനെ അനലൈസ് ചെയ്യും. അതായത് വെറുതെ കുറേ ഇമേജസ് ആണോ, വെറുതെ കുറേ സ്ലൈഡ് ഷോസ് ആണോ എന്നൊക്കെ മനസ്സിലാവും. ഒരാൾ നിന്ന് സംസാരിക്കുന്നുണ്ടോ, അതോ AI ക്രിയേറ്റ് ചെയ്ത ഒരു അവതാറാണോ നിന്ന് സംസാരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ജെമിനി അതിന് ഒരു പോയിൻ്റ് മാർക്ക് കൊടുക്കും. ആ പോയിൻ്റ് മാർക്കിലാണ് അവതാർ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അത് കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സെൻഡ് ചെയ്യുക. ഇനി സ്ലൈഡ് ഷോസ് കണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് സെൻഡ് ചെയ്യും. അങ്ങനെയല്ല, റിയൽ ആയിട്ടുള്ള ആളെന്നെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അത് കാറ്റഗറൈസ് ചെയ്യപ്പെടും. ഇതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഓഡിയോ ഡാറ്റയാണ്. ഓഡിയോ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സംസാരിക്കുന്നു, എങ്ങനെയൊക്കെ സംസാരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എവിടെയൊക്കെ സൗണ്ട് എഫക്ട്സ് ഉണ്ട്, നമ്മൾ മ്യൂസിക് ആഡാക്കിയിട്ടുണ്ടോ, മ്യൂസിക് ആഡാക്കേണ്ടത് അത് എങ്ങനെയുള്ള മ്യൂസിക്കാണ് ആഡാക്കിയത്, ഇതൊക്കെ പഠിക്കും. ചില ആളുകൾ നിങ്ങളെല്ലാവരും മ്യൂസിക് ആഡാക്കിയിട്ടോ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ഞാൻ മ്യൂസിക്കൊക്കെ ആഡാക്കാറുണ്ടല്ലോ എന്ന് പറയും. പക്ഷേ നിങ്ങൾ ആഡാക്കുന്ന മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരണ വീട്ടിൽ DJ വെക്കുന്ന പോലെയാണ്. അതായത് നിങ്ങളെന്തോ പറയുന്നുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതോ ഒരു മ്യൂസിക് എടുത്തിട്ട് അതിലിടും. അതിനെ കാർപ്പറ്റിംഗ് എന്നാണ് പറയുക. അതായത് നിങ്ങൾക്ക് തോന്നിയ ഒരു സാധനം എടുത്ത് അവിടെ ഇട്ടു. ആ സമയത്ത് പറയുന്ന നമ്മുടെ മൂഡിനും നമ്മളെ എനർജിക്കും ഒന്നിനും മാച്ചാവാത്ത ഏതെങ്കിലും ഒരു മ്യൂസിക്കാണ് എടുത്തിടുക. അതിൽ അല്ല പറയുന്നത്, നിങ്ങൾ പറയുന്ന ടോണും പേസിങ് എല്ലാത്തിനും മാച്ചാവുന്ന, മൂഡിന് മാച്ചാവുന്ന കൃത്യമായ മ്യൂസിക് നിങ്ങൾ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇനി മുതൽ അങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ എന്ത് ചെയ്യും, നല്ല റീച്ച് കിട്ടും. അങ്ങനെ ഇടാത്തവർക്ക് ചിലപ്പോൾ ആ റീച്ചിൻ്റെ ആ ഒരു പുതിയൊരു സാധ്യത കുറഞ്ഞ് കിട്ടും. അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ തീരെ ഇല്ലാതാവുന്നല്ല പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം പേസിങ്ങും ഫോർമാറ്റ്. പേസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എത്ര സ്പീഡിലാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്നെപ്പോലെ വളരെ സ്ലോയിലാണോ സംസാരിക്കുന്നത് എന്നൊക്കെ നോക്കും. അതുപോലെ കാറ്റഗറി ഏതാണ്, നിങ്ങൾ എഡ്യൂക്കേഷനാണ്, ട്യൂട്ടോറിയലാണ്, അതായത് നിങ്ങൾ പഠിപ്പിക്കുകയാണോ, നിങ്ങൾ കുക്കിംഗ് പഠിപ്പിക്കുകയാണോ, നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുകയാണോ, ഇതൊക്കെ അതിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇത് കറക്റ്റായിട്ട് ഇത് മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്ന വേഗത്തിൽ എപ്പോഴും വളരെ സാവധാനത്തിൽ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അങ്ങനെ പറയുന്ന വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും. ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ വീഡിയോ ഇപ്പോൾ എല്ലാവരും കണ്ടിരിക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇപ്പം യങ് ജനറേഷനൊക്കെ ചിലപ്പം ഭയങ്കര ഫാസ്റ്റായിട്ട് പടപടേന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോകുന്ന രീതിയായിരിക്കും. ഞാൻ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ മെല്ലെ മെല്ലെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ എൻ്റെ വീഡിയോ റെക്കമെൻഡേഷനായിട്ട് ഇനി പോവുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. നാലാമത്തത് മെറ്റാഡാറ്റ ആണ്. മെറ്റാഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്ന ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ളത്. പക്ഷേ ഇപ്പം നിങ്ങൾ പഴയ പോലെ ഹാഷ് ടാഗ് അതൊന്നും അത്ര വലിയ രീതിയിൽ വർക്കാവില്ല. കാരണം ഇത്രയും സംഭവങ്ങൾ ഓൾറെഡി യൂട്യൂബ് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹാഷ് ടാഗ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഹാഷ് ചിക്കൻ പീടിയ കട്ട് ചെയ്യുന്ന ആൾ ഹാഷ് ബംഗാളി, ഇങ്ങനെ പലതരം ബംഗാളിയിലും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതിനാണ് ഈ ഹാഷ് ബംഗാളി എന്നൊക്കെ ഇടുക. അപ്പോൾ ഹാഷ് ഇട്ടിട്ട് എല്ലാം അങ്ങോട്ട് എഴുതി കൊടുക്കും. അവർ വിചാരിച്ച് ഇതിട്ട് കഴിഞ്ഞാൽ വീഡിയോ അങ്ങ് കയറി റീച്ചായി വൈറലായി സംഭവമാവുന്നതാണ്. എന്നാൽ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വളരെ കൃത്യമായിട്ടുള്ള ടൈറ്റിലും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കിട്ടും. മെറ്റാഡാറ്റയിൽ നിങ്ങൾ വീഡിയോ സേവ് ചെയ്യുമ്പോൾ, അതായത് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന പേര് വരെ ഇതിൽ എഫക്റ്റ് ആവും കേട്ടോ. അത് നിങ്ങൾക്ക് വലിയ പുതിയ അറിവായിരിക്കും. അതായത് നിങ്ങൾ ഒരു വീഡിയോ സേവ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേരിൽ നിങ്ങൾ എന്താണ് വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ പേരിൽ തന്നെ സേവ് ആക്കിയാൽ കുറച്ചുകൂടി ഈ പിന്നെ ഡിസ്ട്രിബ്യൂഷനൊക്കെ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു മുൻതൂക്കം കിട്ടും എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളാണ് യൂട്യൂബ് ചെക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ പിന്നെയും കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. നമ്മളെ ഇമോഷൻസ്, നമ്മൾ ബാക്കി മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിലുള്ള ഒരു വീഡിയോൻ്റെ എനർജി, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ പഴയ കളികളൊന്നും തന്നെ നടക്കില്ല. പുതിയ പരിപാടികളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യൂട്യൂബ് ഇങ്ങനെ ഒരു പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു 0 വ്യൂസ് എന്ന് പറയുന്നത് ഇനി അത്ര പ്രശ്നമായിട്ട് വരില്ല. അതുപോലെ ക്ലിക്ക് ബൈറ്റ്സ്, തമ്പനയിൽ എന്തെങ്കിലും കൊടുക്കും, ചാനലിൽ എന്തെങ്കിലും പറയും, അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ച് വന്ന് ക്ലിക്ക് ചെയ്യും. ഇനി യൂട്യൂബ് അതൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. യൂട്യൂബിന് അറിയാം തമ്പനയിലും റീഡ് ചെയ്യും, നമ്മുടെ വീഡിയോസിനെയും റീഡ് ചെയ്യും. എന്നാൽ യൂട്യൂബ് ഇത് രണ്ടും മാച്ച് ആണോ നോക്കും. മാച്ച് അല്ലെങ്കിൽ യൂട്യൂബ് എന്ത് ചെയ്യും, അപ്പോൾ തന്നെ ആ വീഡിയോനെ അവിടെ ഒഴിവാക്കിയിട്ട്
അടുത്ത പരിപാടിയിലേക്ക് പോകും. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് ക്ലിക്ക് ബേറ്റ്സും കാര്യങ്ങളൊന്നും വർക്കാവില്ല, എല്ലാം അവിടെ സ്റ്റോപ്പ് ആവും. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 30 സെക്കൻഡ് ലോങ് വീഡിയോ ചെയ്യുന്ന ആളുകൾ ആദ്യത്തെ 30 സെക്കൻഡിൽ നിങ്ങൾ പഴയ പോലെ സബ് പറയുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തമ്പനയിലൊക്കെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ വളരെ ചുരുക്കത്തിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീഡിയോ എന്താണ് എന്ന് വളരെ പെട്ടെന്ന് തന്നെ പറയാൻ പറ്റിയാൽ അത് പറയാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു 2-3 വീഡിയോസ് മുമ്പേ എങ്ങനെ ChatGPT സ്ക്രിപ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. കണ്ടവർക്ക് അത് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ഇപ്പോൾ നമ്മൾ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൽ ബേസിക് മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഓരോന്നായിട്ട് വരിക, അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ ഈ കോഴ്സിലും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി വരുന്ന അപ്കമിങ് ക്ലാസ്സുകളിൽ അത് വരും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇനി അതല്ല എനിക്ക് അങ്ങനെ പൈസ അടക്കാനൊന്നും ഇല്ല, അല്ലെങ്കിൽ പൈസ ഇല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്താൽ മതി, എൻ്റെ 2-3 വീഡിയോ ബാക്കിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ChatGPTൻ്റെ സ്ക്രിപ്റ്റൊക്കെ കാണാൻ പറ്റും, അത് വെച്ച് ചെയ്താൽ മതി. ഇനി ഞാൻ പറഞ്ഞു 30 സെക്കൻഡ് കാര്യം പറഞ്ഞു, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. ആദ്യത്തെ 30 സെക്കൻഡിൽ നിങ്ങൾ എന്തൊക്കെ പറയുന്നു, വീഡിയോനെക്കുറിച്ച് ഏകദേശം രൂപം കൊടുക്കുക. അപ്പോഴും ഈ അൽഗോരിതം പെട്ടെന്ന് അത് മനസ്സിലാക്കും ഇന്ന സംഭവങ്ങളാണ് പറയുന്നത് എന്നുള്ളത്. പിന്നെ പ്രധാനമായിട്ടും നിങ്ങളെ ഓഡിയൻസിന് വേണ്ട രീതിയിൽ അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ അവരെങ്ങനെയാണ് നിങ്ങൾ വീഡിയോ കണ്ട് അനലൈസ് ചെയ്ത് എത്ര വ്യൂസ് ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അവരോട് സൈക്കോളജി വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക, എന്നിട്ട് ചെയ്യുക. ഇതിനൊക്കെ നിങ്ങൾക്ക് AI മോഡൽസ് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ AI മോഡൽസിൽ ChatGPTയിലോ ക്ലൗഡിലോ ജെമിനിയിലോ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഇന്ന സംഭവം ചെയ്താൽ മതി എന്നുള്ളത്. എന്നെക്കാളും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഇങ്ങനെയുള്ള റിപ്പോർട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് കിട്ടിയാൽ നമ്മുടേതായ രീതിയിൽ മാറ്റം വരുത്തണം, അത് അതേപോലെ പറഞ്ഞു പോരുത്തും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള വിഷ്വൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇനി മുതൽ നിങ്ങൾ AI ചെയ്താലും നിങ്ങൾ പറയുന്ന വിഷയത്തിനോട് വളരെ മാച്ചാവുന്ന അല്ലെങ്കിൽ വളരെ ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഒരു വിഷ്വൽസ് തന്നെ ഉപയോഗിക്കണം. ഇമേജ് ആയാലും വീഡിയോ ആയാലും നിങ്ങൾ പറയുന്നത് എന്തോ അതിൽ കാണിക്കുന്നത് എന്തോ ആയിക്കഴിഞ്ഞാൽ അതും ഇതിലൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. വെറുതെ സ്ലൈഡ് ഷോട്ട്സ് ഇട്ട് പോവാതെ നിങ്ങൾ പറയുന്ന കാര്യം എന്താണോ അതിനെ കൃത്യമായിട്ട് മീൻ ചെയ്യുന്ന വിഷ്വൽസും വീഡിയോസൊക്കെ ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോസിൻ്റെ വേഗത, അതായത് എത്ര പേസിംഗ് എന്ന് പറയുക, എത്ര സ്പീഡിൽ നിങ്ങൾ പറയും നോക്കുക. നിങ്ങളുടെ ഓഡിയൻസിന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പല വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ വളരെ മെല്ലെ സംസാരിച്ചിട്ട് ഒരുപാട് വ്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് ഫാസ്റ്റ് ആക്കുക, ചില കാര്യങ്ങൾ പറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയാണ് ഇത് പേസിങ് വരിക. നമ്മൾ എല്ലാം ഒരേ ടോണിൽ പറയണമെന്നില്ല, ചിലത് കാണിക്കുമ്പോൾ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം. അങ്ങനെ നിങ്ങൾ ആ പേസിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് എത്ര സ്പീഡ് പറയണം എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. അതായത് പഴയ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റില്ല, നമ്മളിതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോയാലേ നമുക്ക് പറ്റുള്ളൂ. ഈ പേസിങ് ആയാലും എന്തായാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മൊത്തം സ്ക്രിപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ട് ജെമിനിയിലോ GPT-യിലോ ഇട്ട് വെക്കുക. എന്നിട്ട് എന്ത് പറയുക, ഈ സ്പേസിങ് അടക്കമുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് മാനേജ് ചെയ്ത് തരണം അല്ലെങ്കിൽ എഴുതി തരണം എന്ന് പറഞ്ഞാൽ അത് പറയും, ഇത്ര സ്പീഡിൽ പറഞ്ഞാൽ മതി, ഇത്ര സംഭവം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സിമ്പിളാണ്, പണ്ടത്തെ പോലെ ഇപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ലാസ്റ്റ് പറയാനുള്ളത്, നമ്മളെന്നും പറയുന്നത് പോലെ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്ന, ആളുകൾക്ക് വാല്യൂ കൊടുക്കുന്ന ടോപ്പിക്കായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ വളരെ എൻഗേജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് മ്യൂസിക് വേണ്ടത് അത് കറക്റ്റായി നോക്കിയിട്ട് ഏടാക്കുക. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പല ഭാഗത്ത് പല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കും, അതൊക്കെ നോക്കിയിട്ട് ചേഞ്ച് ആക്കാം. ഇതിനൊക്കെ GPT തന്നെ ഉപയോഗിച്ചാൽ മതി, ChatGPT ജെമിനിയൊക്കെ തന്നെ ഉപയോഗിച്ചാൽ മതി. അതൊക്കെ കൃത്യമായിട്ട് ഏത് മ്യൂസിക് വേണം, എങ്ങനെ മ്യൂസിക് വേണം എന്നൊക്കെ പറഞ്ഞുതരും. പക്ഷേ കുറച്ച് എഫോർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആക്ച്വലി ഇത്രയും നല്ല ഒരുപാട് ഇനിയുണ്ട്, പക്ഷേ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാനുള്ള സമയം ഒരു വീഡിയോയിൽ പറയുമ്പോൾ കിട്ടില്ല. ക്ലാസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണം പറഞ്ഞു പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.